നമസ്കാരം. രാഗാരഞ്ജിനി, നിങ്ങൾ എന്തൊരു നുണച്ചിയാണ്. നിങ്ങൾ വാ തുറക്കുന്നത് നുണ പറയാൻ വേണ്ടി മാത്രമാണെന്ന് ഒരിക്കൽ കൂടി തുറന്നു കാട്ടാൻ എനിക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. രാഗാരഞ്ജിനിയുടെ പെരുനുണ പൊളിച്ചടക്കിയതിന് പിന്നാലെ കേരള ന്യൂസ് 60-ക്കെതിരെ ഒരു ആരോപണവുമായി രാഗാരഞ്ജിനി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം വ്യാജമെന്ന് ഞാൻ തെളിയിക്കും. അല്ല എന്ന് തെളിയിക്കാൻ രാഗാരഞ്ജിനിക്ക് കഴിയുകയാണെങ്കിൽ ഈ നിമിഷം ഈ ചാനൽ കൂട്ടിക്കെട്ടാൻ ഞാൻ തയ്യാറാണ്. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. രാഗാരഞ്ജിനി ഇന്നലെ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് ആദ്യം തന്നെ ഒന്ന് നമുക്ക് കാണാം. അതായത് രാഗാരഞ്ജിനിക്കെതിരെ ഡോക്ടർ സരിൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത വാർത്ത നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നാലെ രാഗാരഞ്ജിനി ആ വിഷയത്തിൽ കിടന്ന് ന്യായീകരിച്ച് അങ്ങ് മൊത്തത്തിൽ വല്ലാതെ കിടന്ന് ഇരവാദം മുഴക്കി പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിന് പിന്നാലെ നമ്മളിത് വാർത്ത ചെയ്തപ്പോൾ രാഗാരഞ്ജിനി ആ വാർത്ത തന്റെ ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ട് മുകളിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ലക്ഷങ്ങൾ കൊടുത്ത് വീഡിയോ ചെയ്യിപ്പിക്കുന്നു. ആര് ലക്ഷങ്ങൾ കൊടുത്ത് വീഡിയോ ചെയ്യിപ്പിക്കുന്നു? അതായത് ഡോക്ടർ സൗമ്യ സരിനും നമുക്ക് ലക്ഷക്കണക്കിന് രൂപ തന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യിപ്പിക്കുന്നത് എന്നാണ് നമ്മുടെ രാഗാരഞ്ജിനി കേരള ന്യൂസ് 60-ക്കെതിരെ ഉന്നയിക്കുന്ന ആദ്യത്തെ ആരോപണം. ഞാൻ ഇവിടെ ഈ നിമിഷം, അതായത് വീഡിയോ ആണല്ലോ, നിങ്ങൾക്ക് കാണാമല്ലോ, ഇത് ഒരു തെളിവായിട്ട് നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം. നിങ്ങൾ എനിക്ക് ലക്ഷക്കണക്കിന് രൂപ ഒന്നായിട്ടൊന്നും തെളിയിക്കുന്ന ഒരു രൂപ സരിനും സൗമ്യ സരിനോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഈ വാർത്ത ചെയ്യാൻ വേണ്ടി എനിക്ക് തന്നു എന്ന് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ഈ നിമിഷം നിങ്ങൾ പറയുന്ന കാര്യം ചെയ്യും. ഈ ചാനൽ വേണമെങ്കിൽ കൂട്ടിക്കെട്ടും. അടുത്ത കാര്യം കൂടി കേട്ടോളൂ. ഞാൻ മാപ്പ് പറഞ്ഞു എന്ന് മര്യാദ അതിര് കിടക്കുന്നു. മാപ്പ് പറയേണ്ടത് സൗമ്യയാണ് എന്നോട്. സത്യത്തിൽ നിങ്ങളല്ലേ മാപ്പ് പറയേണ്ടത് ഈ പൊതുസമൂഹത്തിനോട്? നിങ്ങൾക്ക് എന്ത് ബാഡ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്? UDF-ന്റെ സൈബർ പോരാളിയായിട്ടുള്ള നിങ്ങൾ സരിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ച് മാത്രം ഉന്നയിച്ച ഒരു ആരോപണമല്ലേ അത്? എന്തുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് കോൺഗ്രസിനകത്ത് നിന്ന് പോലും ഒരു പിന്തുണ ലഭിക്കാത്തത്? നിങ്ങൾ പറഞ്ഞിട്ടുള്ള പെരുന്നുണയാണെന്ന് അവർക്ക് പോലും അറിയാം. ഞാനും ഇപ്പൊ അത് മനസ്സിലാക്കുന്നു. അതായത് ഒരു 5 പൈസ പോലും മേടിക്കാതെ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ ഈ വാർത്ത സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ, മാനനഷ്ട കേസിന് ഫയൽ ചെയ്ത വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഒപ്പം ഈ രാഗാരഞ്ജിനിയുടെ നുണ അത് പൊളിച്ചടക്കുമ്പോൾ നമുക്കെതിരെ പോലും വ്യാജ പ്രചരണമായി നിങ്ങൾ രംഗത്തേക്ക് വരികയാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, 5 പൈസ പോലും മേടിച്ചിട്ടില്ലാത്തതുകൊണ്ടും മടിയിൽ കനവില്ലാത്തതുകൊണ്ടും ഉറപ്പിച്ച് പറയാൻ കഴിയും, നിങ്ങളൊരു നുണച്ചിയാണ്, നിങ്ങൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ നുണയാണ് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലുള്ള കുറെ ആളുകളൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ശാപം എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കടുത്ത ആരാധികയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടുകാരിയും ഒക്കെ ആയിട്ടുള്ള ഈ രാഗാരഞ്ജിനിക്ക് സ്വാഭാവികമായും സരിനോട് ഒരു വലിയ ഒരു താല്പര്യക്കുറവ് തോന്നും. എന്താണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളിൽ അന്തിച്ചർച്ചയിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ മൂപ്പരെ ഫ്രൈ ചെയ്ത ഒരു വ്യക്തിയാണല്ലോ സരിൻ. അതുകൊണ്ട് സ്വാഭാവികമായും സരിൻ അങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ സരിനെതിരെ എന്തെങ്കിലുമൊക്കെ ഉന്നയിക്കണ്ടായി. അങ്ങനെ ഉന്നയിച്ചതാണ്. പക്ഷെ സരിന്റെ മടിയിലും കനവില്ലാത്തതുകൊണ്ട് സരിനും സരിന്റെ ഭാര്യയും എന്താണ് ചെയ്തത്? ഒരു മാനനഷ്ട കേസിനെ അങ്ങ് ഫയൽ ചെയ്തു. മാത്രവുമല്ല, ഈ രാഗാരഞ്ജിനിയോട് ഈ ആരോപണം ഉന്നയിച്ച അന്ന് തന്നെ സൗമ്യ സരിൻ ഒരു കാര്യം ആവശ്യപ്പെടുന്നു. വരൂ, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കാന്ന് പറയുന്നത്. അന്ന് ചീറ്റിപ്പോയതാണ് രാഗാരഞ്ജിനിയുടെ ഈ ഒരു ആരോപണം. മാധ്യമങ്ങളിലൊക്കെ വാർത്തയാകാനും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാനും ഒക്കെ വേണ്ടി കാണിച്ച ഒരു ചീപ്പ് ഷോ മാത്രമാണ് രാഗാരഞ്ജിനിയുടെ ആ പോസ്റ്റ് എന്ന് എല്ലാവർക്കും പറയാം. രാഗാരഞ്ജിനിയെ പറ്റി അവരുടെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, വാർത്തകളിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കാൻ വേണ്ടി പലതും ഈ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് പാടി നടക്കുന്ന ഒരു വ്യക്തിയാണ് രാഗാരഞ്ജിനി എന്നാണ് അറിയാൻ സാധിച്ചത്. വാ തുറന്ന നുണ മാത്രം പറയുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കതിപ്പോ നന്നായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇവരുടെ കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ട്. അത് കണ്ടു കഴിയുന്നിടത്ത് ആരാണ് രാഗാരഞ്ജിനി എന്ന് ശരിക്കും എല്ലാവർക്കും മനസ്സിലാവും. അപ്പോ ഈ രാഗാരഞ്ജിനി എന്ന് പറയുന്ന ഈ UDF-ന്റെ സൈബർ പോരാളി ഇപ്പൊ യൂത്ത് കോൺഗ്രസിന് വേണ്ടി ചെയ്തൊരു ത്യാഗമാണ് ഇപ്പൊ മൊത്തത്തിലാകെ തേഞ്ഞൊട്ടിയിരിക്കുകയാണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറയുന്നത് പോലെ, അതായത് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പൊളിഞ്ഞടങ്ങി അവസാനം തോറ്റ് അമ്പിയിരിക്കുമ്പോ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെയൊക്കെ ഇങ്ങനെ രംഗത്തേക്ക് കയറുകയാണ്. ഇന്നലെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രാഗാരഞ്ജിനി എന്ന് പറയുന്നുണ്ട്, എന്നെ പല മാധ്യമങ്ങളും വിളിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഒരു ചാനലിലും പോയിട്ട് പ്രതികരിക്കുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് സരിനിൽ നിന്ന് ഒരു പീഡന അനുഭവം അല്ലെങ്കിൽ സരിൻ എന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്ത് ബാഡ് എക്സ്പീരിയൻസ് ആണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്? ആ ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ ചിരിച്ചു പോകും. അതൊന്ന് കേട്ടോളൂ. ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്കിവിടെ സ്റ്റേ ചെയ്യാം, നിങ്ങളെ അത്ര ഇഷ്ടമാണ്, നിങ്ങളെ കൂടുതൽ അറിയണം. അപ്പോൾ പലർക്കും അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, കാരണം ട്രാൻസിനെ പറ്റി കൂടുതൽ അറിയാനും എടുക്കാനും ഒക്കെ ഉള്ള. ഇതിലെവിടെയാണ് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉള്ളത്? എന്തുകൊണ്ടാണ് ഇവർ പരാതി കൊടുക്കാത്തതെന്ന് അറിയാമോ? ആ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കടമ്പില്ലാതെ നിലനിൽക്കില്ല എന്ന് ഇവർക്ക് തന്നെ അറിയാം. ഇവർക്ക് ആവശ്യം ഇപ്പോൾ സരിനെതിരെ ഒരു വ്യാജ പ്രചരണം ഇങ്ങനെ നടത്തണം എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് എന്തായാലും സരിനും സരിന്റെ കുടുംബവും പോവുകയാണ് എന്ന് നമുക്ക് എന്തായാലും ഇവരുടെ ഒരു പ്രാഥമികമായിട്ടുള്ള നിയമ നടപടി
കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം എഴുതുകയാണ്, ഭർത്താവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യാതെ കാശിന് വേണ്ടി ഓടി നടന്നിട്ട് വിത്തുകാളയെ പോലെ അഴിച്ചു വിടുമ്പോൾ മറ്റുള്ളവരോട് ഇങ്ങനെ പെരുമാറുമ്പോൾ അവർ പ്രതികരിച്ചിരിക്കും. ഡോക്ടർ സൗമ്യ സരിൻ എന്നാണ് പറയുന്നത്. ഡോക്ടർ സൗമ്യ സരിനെ ടാഗ് ചെയ്തിരിക്കുകയാണ് രാഗരഞ്ജിനി. സൗമ്യ സരിനെ അപകീർത്തിപ്പെടുത്തിയിരിക്കുകയാണ്. സൗമ്യ സരിനെ വലിയ തോതിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ പറയുന്ന രാഗാരഞ്ജിനി അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നു. ഈ ട്രാൻസ് വുമണിനെതിരെ വേണമെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യാം. മിക്കവാറും അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വായിൽ തോന്നിയത് കോതക്കി പാട്ടെന്ന നിലയിൽ നാട്ടിലുള്ള നല്ല മാന്യമായി ജീവിക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ തോന്നിവാസം വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് പോലും നാണക്കേടാണ് ഇവർ എന്ന് പറയാതെ വയ്യ. എത്രയധികം ട്രാൻസ് വുമന്മാരുണ്ട് നല്ല രീതിയിലുള്ള ജീവിതം നയിക്കുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി മാന്യമായി ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. അവർക്കിടയിൽ പോലും ഒരു വല്ലാത്ത രീതിയിലുള്ള നുണപ്രചരണങ്ങൾ നടത്തി ആരുടെയൊക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചട്ടുകമാകുന്ന ഇത്തരം സ്ത്രീകളെ സത്യം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം ട്രാൻസ് വുമന്മാരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവരെ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? KPCC പ്രസിഡന്റ് ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് രേഖപ്പെടുത്താത്തത്? ഇവർ പറയുന്നത് പെരുന്നുണയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നത്. എന്തുകൊണ്ടാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് കാര്യമായിട്ടൊരു പിന്തുണ സ്വാഭാവികമായും ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ ഇല്ലാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഇല്ലാത്തതെന്നൊക്കെ പരിശോധിച്ച് നോക്കുമ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഇവർ വാ തുറക്കുന്നത് ഇതിനു വേണ്ടി മാത്രമാണ് എന്ന് സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ അവർക്ക് അറിയാമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവരൊന്നും ഇത് ഒരു ആഘോഷമാക്കി മാറ്റാത്തത്. ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് പോലെ സരിന് വെച്ചത് രാഗാരഞ്ജിനിക്ക് കൊണ്ടു. തേഞ്ഞൊട്ടിയിരിക്കുകയാണ്, മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ രാഗാരഞ്ജിനിക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിരുന്നുവെങ്കിൽ രാഗാരഞ്ജിനി എന്തുകൊണ്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറയാതിരുന്നത്? അതല്ലേ അതിന് പറ്റിയ കറക്റ്റ് ടൈം. അന്ന് രാഗാരഞ്ജിനി അത് പറഞ്ഞില്ല. രാഗാരഞ്ജിനിക്ക് അങ്ങനെ ഒരു സുവർണാവസരം കിട്ടിയിട്ട് പറയാതെ ഇങ്ങനെ ഒരു അവസരത്തിൽ രാഗാരഞ്ജിനി പറയുന്നതിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയിപ്പോ അന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതല്ലേ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് ഇവർ പറയാൻ പോകുന്നത്. എന്തായാലും രാഗാരഞ്ജിനിയൊക്കെ കരുതിയിരിക്കുക എന്നാണ് പറയാനുള്ളത്. എന്തും ഏതുമൊക്കെ വിളിച്ചു പറഞ്ഞു കളയും എന്നാണ് പറയാനുള്ളത്. എന്തായാലും രാഗാരഞ്ജിനിയുടെ പുറകെ പോയി എന്റെ സമയം ഞാൻ കളയുന്നില്ല. എന്തായാലും ഈ വാർത്ത കണ്ടപ്പോൾ നമുക്ക് ചിലതൊക്കെ പറയണമെന്ന് തോന്നി. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളിലെയും യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ ചിലരുടെ ചില നുണകൾ പൊളിഞ്ഞിറങ്ങിയപ്പോൾ മോങ്ങി കിടന്ന് ഇങ്ങനെ ന്യായീകരിച്ച് വ്യാജ പ്രചരണങ്ങളൊക്കെ ഇറക്കി നിലനിൽപ്പിന്റെ രാഷ്ട്രീയം കളിച്ചോളൂ. പക്ഷെ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. പിന്നെ എനിക്ക് തന്നിട്ടുള്ള ആ ലക്ഷക്കണക്കിന് രൂപയുടെ ആ തെളിവ് പുറത്തുവിടാൻ മറക്കണ്ട കേട്ടോ. ലക്ഷമൊന്നും വേണ്ട, 1 രൂപ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് അടച്ചു കൂട്ടാനായിട്ട്. നോക്കൂ, ഇത്തരത്തിലുള്ള ആളുകളാണ് കോൺഗ്രസിന്റെ UDFന്റെ ഇപ്പോഴത്തെ ശാപം എന്ന് പറയുന്നത്. ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലാണ് സത്യത്തിൽ ജനങ്ങൾക്ക് കോൺഗ്രസിനോട് അവമതിപ്പുണ്ടാക്കാൻ ഇടയാക്കുന്നത്. ഇവരെ പോലുള്ള ആളുകളൊക്കെ കാണിച്ചു കൂട്ടുന്ന ഇമാതിരി ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള, ഏറ്റവും വൃത്തികെട്ട ഇത്തരം സംഭവങ്ങളൊക്കെയാണ് നിലവിൽ കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി രംഗത്തേക്ക് ഇറങ്ങി മറ്റൊരു രീതിയിൽ എന്തായാലും ആരോപണങ്ങൾ ഉന്നയിച്ച് രാഗാരഞ്ജിനി വലിയ വലിയ കുരുക്കിൽ കുടുങ്ങി എന്ന് പറയാതെ വയ്യ. രാഗാരഞ്ജിനി സത്യത്തിൽ മാപ്പ് പറയേണ്ടത് ഡോക്ടർ സൗമ്യ സരിനോട് മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ ജനങ്ങളോടുമാണ്. കാരണം നിങ്ങൾ പറഞ്ഞത് സത്യത്തിൽ വളരെ വളരെ എന്താ പറയാ, ഒരു കഴമ്പുമില്ലാത്ത ഒന്നാണ് എന്ന് നമുക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. രാഗാരഞ്ജിനിയെ പോലുള്ള ആളുകളൊക്കെ പൊതുസമൂഹത്തിൽ ഇത്തരം നുണക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുമ്പോൾ യഥാർത്ഥ നീതിക്ക് വേണ്ടി, യഥാർത്ഥ തെളിവുകൾ നിരത്തി ഇത്തരം നീതിക്ക് വേണ്ടി പോരാടുന്ന ആളുകളുടെ പോരാട്ടമാണ് ഇല്ലാതാകുന്നത്. അത്തരം ആളുകളിലേക്ക് പോരാട്ടം ഇല്ലാതാകാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നുണച്ചികൾ രംഗത്തേക്ക് ഇറങ്ങുന്നത് എന്ന് പറയാതെ വയ്യ. നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ മൂലം സത്യത്തിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളതും ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. രാഗാരഞ്ജിനി എന്ന് പറയുന്ന ഈ ട്രാൻസ് വുമൺ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ആർക്കെതിരെയും എന്തുമൊക്കെ വിളിച്ചു പറഞ്ഞു കളയാം. ഞാൻ കണ്ണടച്ചാൽ എല്ലാവർക്കും ഇരുട്ടാകും എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാകൂ എന്ന് രാഗാരഞ്ജിനി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അല്ലെങ്കിലും സത്യങ്ങൾ തുറന്നു പറയുന്നവനെ രാജ്യദ്രോഹി പോലും ആക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് രാഗാരഞ്ജിനി ഇപ്പോൾ ഈ നടത്തിയിട്ടുള്ള വ്യാജ പ്രചരണവും സ്വാഭാവികമായും അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. എന്നാലും ഒരു മര്യാദയ്ക്ക് വേണ്ട രാഗാരഞ്ജിനി എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇമാതിരി നുണക്കഥകളൊക്കെ പടച്ചു വിടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നും നമ്മുടെ ചാനൽ ഇങ്ങനെ ചോദിക്കുമെന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള, ചിന്തിക്കാനുള്ള ഇത്രയെങ്കിലും ബോധവും വെളിവൊക്കെ വേണ്ടേ രാഗാരഞ്ജിനി? പിന്നെ ഇത് ഡോക്ടർ സൗമ്യ സരിനാണോ ടാഗ് ചെയ്യേണ്ടത്? ആദ്യം ഞങ്ങൾക്കല്ലേ ടാഗ് ചെയ്യേണ്ടത്? അപ്പോ മറുപടി തൃപ്തയായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും തൃപ്തയായില്ലെങ്കിൽ എന്തായാലും തൃപ്തയാകുന്ന രീതിയിലുള്ള കൂടുതൽ പല തൃപ്തിപ്പെടുത്തുന്ന വാർത്തകളുമായി രംഗത്തേക്ക് വരാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.